35 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സഹായിയാണ് മലയാളികൾ ഡെവലപ്പ് ചെയ്തെടുത്ത എൻട്രി ആപ്പ്. PSCയിൽ ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും LP, UP, LDC, ബാങ്കിംഗ്, SSC, RRB, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ആപ്പ് വഴി വീഡിയോ ക്ലാസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും പരിശീലിക്കാം. ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസുകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, സബ്ജക്ട് തിരിച്ചുള്ള പരീക്ഷകൾ എല്ലാം എൻട്രി ആപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും എൻട്രി ആപ്പ് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. സാധാരണ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് കേരള PSC വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. എന്നാൽ ഈ ഒരു ജോബിന് കേരള PSC വഴിയല്ല നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. CMD അഥവാ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് കേരള ക്ലേ ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് പ്രവേശിച്ചാൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ന്യൂസ് എന്നൊരു സെക്ഷൻ കാണാം. അതിന് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ് ഇൻ KCCPL ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ ഹിയർ എന്നൊരു ലിങ്ക് കാണാം. ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഇതാണ് നവംബർ 5-ന് കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ. ഇത് കേരള ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കോൺട്രാക്ട് ബേസിസിലും അതോടൊപ്പം തന്നെ റെഗുലർ ബേസിസിലുമുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ തുടക്കം നൽകിയിരിക്കുന്ന 2 ഡേറ്റുകൾ പരിശോധിക്കാം. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ആരംഭിച്ചത് നവംബർ 6-ന് രാവിലെ 10 മണിക്കായിരുന്നു. മാത്രമല്ല ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ നവംബർ 21 അപ്പോൾ നവംബർ 21-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി തന്നെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. ഏകദേശം 12ഓളം പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, സാലറി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ പോസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തെടുത്ത MBA ആണ് ഈ മാർക്കറ്റിംഗ് മാനേജർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് 25,000 രൂപ മുതൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിന് സാലറി ഉണ്ടായിരിക്കുന്നതാണ്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. നവംബർ 1-നെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഏജ് ലിമിറ്റ് കണക്കാക്കുക. അപ്പോൾ 30 വയസ്സുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ നവംബർ 1 ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ഡേറ്റ്. എല്ലാ പോസ്റ്റുകളിലേക്കും അത് തന്നെയാണ് ഡേറ്റ്. അടുത്ത പോസ്റ്റ്, രണ്ടാമത്തെ പോസ്റ്റ് വരുന്ന ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ MSc കെമിസ്ട്രി ഉണ്ടായാലും മതി. അപ്പോൾ MSc കെമിസ്ട്രിയോ BTech അല്ലെങ്കിൽ BE ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗോ ഉള്ള ആളുകൾ, ഈ 2 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വേക്കൻസിയാണുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മേഖലയിൽ അവർ ആവശ്യപ്പെടുന്നത്. ഫുഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല 25,000 രൂപ മുതൽ അവർക്ക് സാലറി ഉണ്ടായിരിക്കുന്നതായിരിക്കും. 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു മേഖലയിൽ അവർക്ക് ആവശ്യമായി വരിക. 14,620 രൂപ മുതൽ 25,280 രൂപ വരെ ആയിരിക്കും അവരുടെ സാലറി. 40 വയസ്സ് വരെ ഏജുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത 4ാമത് വരുന്ന ഒരു പോസ്റ്റ് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയർമെന്റ് സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആവശ്യം. മാത്രമല്ല 8,340 രൂപ മുതൽ 16,870 രൂപ വരെ അവർക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്ത മെക്കാനിക് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 5ാമത്തെ പോസ്റ്റായി വരുന്ന ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. വെൽഡിംഗ് ട്രേഡിൽ ITI പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന മെക്കാനിക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആവശ്യം.
8,340 രൂപ മുതൽ 16,870 രൂപ വരെ ഈ പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്ത ടാങ്കർ ലോറി ഡ്രൈവർ എന്നൊരു പോസ്റ്റാണ്. 2 വാക്കൻസികളാണ് നിലവിലുള്ളത്. അപേക്ഷിക്കേണ്ട ആളുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആവശ്യം. മാത്രമല്ല ടാങ്കർ ലോറികൾ ഓടിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റും. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ടാങ്കർ ലോറി ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 8,750 രൂപ മുതൽ 17,300 രൂപ വരെ സാലറി ഈ ഒരു പറഞ്ഞ പോസ്റ്റിലേക്ക് ലഭിക്കും. 2 വാക്കൻസിയാണ് നിലവിലുള്ളത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അടുത്ത ടിപ്പർ ലോറി ഓടിക്കാനുള്ള ഡ്രൈവറെയാണ് ആവശ്യം. 1 വാക്കൻസിയാണ് നിലവിലുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്ന ആൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 8,750 രൂപ മുതൽ 17,300 രൂപ വരെ ആയിരിക്കും സാലറി ലഭിക്കുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഈ പറയുന്ന പോസ്റ്റുകളിലെല്ലാം SC ST OBC കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്ന ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ലഭിക്കുന്ന ഒരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത 8ാമത്തെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന ക്ലർക്കാണ്. 3 ഒഴിവുകളാണ് നിലവിലുള്ളത്. ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് BCom ആണ്. അപ്പോൾ BCom പാസ്സായ ആളുകൾക്ക് ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 3 വാക്കൻസികളാണ് നിലവിലുള്ളത്. 8,750 രൂപ മുതൽ 17,300 രൂപ വരെ ആയിരിക്കും സാലറി ലഭിക്കുക. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അടുത്ത ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നൊരു പോസ്റ്റാണ്. 2 വാക്കൻസികളാണ് നിലവിലുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഈ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസിയും അതോടൊപ്പം തന്നെ ഡിഗ്രിയുമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 2 വാക്കൻസികളാണ് നിലവിലുള്ളത്. 8,750 രൂപ മുതൽ 17,300 രൂപ വരെയായിരിക്കും ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. 18 വയസ്സ് മുതൽ 36 വയസ്സുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡ്രൈവർ കം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 വാക്കൻസികളാണ് നിലവിലുള്ളത്. +2 പാസ്സാവുകയും അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡ്രൈവർ കം അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ 2 വാക്കൻസികളാണ് നിലവിലുള്ളത്. 8,750 രൂപ മുതൽ 17,300 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന ഡ്രൈവർ കം അറ്റൻഡർ പോസ്റ്റ് ലഭിക്കുന്ന സാലറി. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്ത 11ാമത്തെ ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് പോസ്റ്റാണ്. 10 വാക്കൻസികളാണ് സെക്യൂരിറ്റി സ്റ്റാഫ് പോസ്റ്റിന് നിലവിലുള്ളത്. 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മാത്രമല്ല നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുള്ള 8ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 15,000 രൂപ മുതലായിരിക്കും അവർക്ക് ലഭിക്കുന്ന സാലറി. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 13 വാക്കൻസികളാണ് നിലവിലുള്ളത്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള യോഗ്യത മാത്രമാണ് വർക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വേണ്ട യോഗ്യത. മാത്രമല്ല അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള 7ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന വർക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 13 വാക്കൻസികളാണ് നിലവിലുള്ളത്. 7,360 രൂപ മുതൽ 10,610 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന വർക്കർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ നൽകിയിരിക്കുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് മാനേജർ, ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ ഈ പറയുന്ന 3 പോസ്റ്റുകൾക്ക് 1 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലായിരിക്കും ജോബ് ഉണ്ടായിരിക്കുക. ബാക്കി ഇതിൽ നൽകിയിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും റെഗുലർ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. അപ്പോൾ കോൺട്രാക്ട് ബേസിസിൽ ലഭിക്കുന്ന മാർക്കറ്റിംഗ് മാനേജർ, ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലുള്ളവർക്ക് 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസിലായിരിക്കും ഈ ജോബ് ഉണ്ടായിരിക്കുക. ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും സ്ഥിരം നിയമനം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്കാൻ ചെയ്ത ഇമേജ്, ഏറ്റവും പുതിയ സ്കാൻ ചെയ്ത ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സൈസ് 200 KB ആയിരിക്കണം. മാത്രമല്ല JPG ഫോർമാറ്റിലുള്ള ഫയലായിരിക്കണം അതുമെന്നും ഇത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ എഴുതിയ സിഗ്നേച്ചർ അവർക്ക് സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്കാൻ ചെയ്യുന്നതിൻ്റെ സൈസ്, ആ ഒരു ഫയലിൻ്റെ സൈസ് 50 KB കൂടാൻ പാടില്ല. JPG ഫോർമാറ്റ് തന്നെ ആയിരിക്കണമെന്നും ഇതിൽ നൽകിയിട്ടുണ്ട്. 047123200101 എന്നൊരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള സമയത്ത്, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ നൽകുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതാണ് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ വെബ്സൈറ്റ് എത്തിച്ചേരാം. അപ്പോൾ ഈ വെബ്സൈറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ന്യൂസിന്റെ സെക്ഷനിൽ റൈറ്റ് സൈഡിലുള്ള ന്യൂസ് സെക്ഷനിൽ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ് എന്ന ലിങ്കിന് താഴെയായി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ് ഇൻ KCCPL സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹിയർ എന്നൊരു ലിങ്ക് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഫോട്ടോഗ്രാഫിന്റെ സൈസ്, സിഗ്നേച്ചറിന്റെ സൈസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം ഏറ്റവും താഴെ പ്രൊസീഡ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പേജിലേക്കാണ് പോവുക. ആ ഒരു പേജ് നമുക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചെന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ കാണുക. നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി ഈ ഒരു ഭാഗത്ത് വന്ന് നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്.
അതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് 5 ഓപ്ഷൻസ് കാണാം. അതായത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ആദ്യത്തെ ലിങ്കാണിത്. രണ്ടാമത്തെ ലിങ്ക് വരുന്നത് ടിപ്പർ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോമാണത്. മൂന്നാമത് വരുന്നത് ടാങ്കർ ലോറി ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ് അതിലുള്ളത്. അടുത്ത് പ്രൊസീഡ് ടു ഡ്രൈവർ കം അറ്റൻഡർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഡ്രൈവർ കം അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മറ്റുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ ഈ പറയുന്ന പ്രൊസീഡ് ടു അതർ ആപ്ലിക്കേഷൻസ് എന്നൊരു ലിങ്കിലാണ് ഈ ഒരു ബട്ടണിലാണ് വന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അതർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. എത്തരത്തിലാണ് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് നമുക്ക് പരിശോധിക്കാം. അത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കും. എല്ലാത്തിലും ഇത്തരത്തിലുള്ള ഒരു പേജ് തന്നെയായിരിക്കും. മറ്റേ ഈ ഒരു പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നൊരു സെക്ഷനിൽ നിങ്ങളുടെ പോസ്റ്റ് ആൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. മറ്റേ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഈ പറയുന്ന ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈഡ് ഫോർ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോമിൽ വന്ന് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ, മൊബൈൽ നമ്പർ, കാസ്റ്റ്, കാറ്റഗറി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്ന് ചെയ്യുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഹയസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക. അതായത് ഏറ്റവും ഉയർന്ന യോഗ്യത ആദ്യം നൽകുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള യോഗ്യതകൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ചൂസ് ഫയൽ ഓർ ഡ്രോപ്പ് ഫയൽ എന്നൊരു നീല ബോക്സിനുള്ളൊരു ലിങ്ക് കാണാം. അതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പത്രത്തിൽ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റും ഈ ഒരു ഭാഗത്ത് വന്ന് അപ്ലോഡ് ചെയ്യാവുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഒരു ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഇത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാം താഴത്തെ. അത്തരത്തിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉയർന്ന ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിന് താഴെയുള്ള ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്ത് വിടുക. ആഡ് എന്നൊരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ഭാഗം ഒന്നുകൂടി ഓപ്പൺ ആയി വരും. ആഡ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ഭാഗം കൂടി ഓപ്പൺ ആയി വരും. അത്തരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഈ ഒരു നീല ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുക. ഡേറ്റ് കാര്യങ്ങളെല്ലാം നൽകിയതിന് ശേഷം നിങ്ങളുടെ ഫയൽ ഈ ഒരു നീല ബോക്സിനുള്ളിൽ വന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഫോട്ടോ ഈ ഒരു ഭാഗത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ ഈ ഒരു ഭാഗത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്തരത്തിലെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട അപേക്ഷ സമർപ്പിക്കാനുള്ള രീതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള രീതി. ഓൺലൈനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മറ്റ് പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് ഏതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പറയുന്ന ഇലക്ട്രീഷ്യന് വേണ്ടത് ഈ ഒരു ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ടിപ്പർ ഡ്രൈവർക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഇവിടെയാണ്. അതുപോലെ തന്നെ ടാങ്കർ ലോറി ഡ്രൈവർക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഈ മൂന്നാമത്തെ ലിങ്കാണ്. തൊട്ട് താഴെയാണ് ഡ്രൈവർ കം അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ 4 കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് ഇപ്പോൾ കാണിച്ചത് അവസാനത്തെ ലിങ്ക്. അപ്പോൾ എല്ലാത്തിലും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു ഫോം തന്നെയായിരിക്കും ഓപ്പൺ ആയി വരിക. നേരത്തെ കാണിച്ചപ്പോഴുള്ള ഫോം തന്നെയാണ് ഓപ്പൺ ആയി വരിക. എല്ലാവരും അപ്പോൾ അവരുടെ അപേക്ഷയ്ക്ക് അനുസരിച്ച് ആ പറഞ്ഞ പോസ്റ്റുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക, കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ, അപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മുതൽ PG യോഗ്യത ഉള്ള ആളുകൾക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്തരത്തിലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പേജിൻ്റെ ലിങ്കും ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. മാത്രമല്ല ആ ഒരു CMD വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.